നമസ്കാരം. പ്രകാശത്തിനൊരു മാന്ത്രികനെപ്പോലെ നമ്മളെ അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കൺമുന്നിൽ തന്നെ ചില മാജിക്കുകൾ നടക്കാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലെ രഹസ്യം നമുക്കത്ര പിടികിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില പ്രകാശ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നല്ല ചൂടുള്ളൊരു ദിവസം നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ദൂരെ റോഡില് വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ ഒരു മിന്നായം പോലെ കാണാറില്ലേ? അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോൾ ഗ്ലാസ്സിലിട്ട സ്ട്രോ വെള്ളത്തിനടിയിൽ വെച്ച് ഒടിഞ്ഞ പോലെ തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ചില കൺകെട്ട് വിദ്യകളാണല്ലേ? അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ സംഭവം? വെറുതെ ഒരു തോന്നലാണോ? അല്ല. ഈ സാധാരണ കാഴ്ചകൾക്ക് പിന്നിൽ പ്രകാശത്തിന്റെ ചില കിടിലൻ നിയമങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് ഈ സ്ഥിരം കാണുന്ന കൺകെട്ടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പറഞ്ഞ രഹസ്യങ്ങളുടെ എല്ലാം താക്കോല് അത് ഒരൊറ്റ കാര്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പ്രകാശം എപ്പോഴും ഒരു നേർരേഖയിൽ തന്നെ സഞ്ചരിക്കണം എന്ന് വാശി പിടിക്കുന്ന ആളല്ല. അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, അതായത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വഴി ചെറുതായൊന്നു മാറും. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ പ്രകാശം ഇങ്ങനെ വളഞ്ഞു പോകുന്നത്? അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒന്നുമില്ലാത്തൊരിടത്ത്, അതായത് ശൂന്യതയില്, പ്രകാശത്തിന്റെ വേഗത എത്രയാണെന്നറിയാമോ? ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. ഒന്നാലോചിച്ചു നോക്കിക്കേ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്പീഡ് ലിമിറ്റ് അതാണ്. അതിനപ്പുറം ഒരു വേഗതയില്ല. പക്ഷേ കഥ മാറുന്നതെപ്പോഴാണെന്ന് വെച്ചാൽ, പ്രകാശം വായുവിൽ നിന്ന് വെള്ളത്തിലേക്കോ ഗ്ലാസിലേക്കോ ഒക്കെ കടക്കുമ്പോഴാണ്. അപ്പോൾ അതിന്റെ സ്പീഡ് കുറയും. ഇനി വജ്രത്തിന്റെ കാര്യം നോക്കിക്കേ, അവിടെ എത്തുമ്പോഴേക്കും സ്പീഡ് നേരെ പകുതിയിലും താഴെയായി. അപ്പോൾ എന്താ നമ്മൾക്ക് മനസ്സിലായത്? ഓരോ മീഡിയത്തിലും പ്രകാശത്തിന് ഓരോ വേഗതയാണ്. ഒരു വസ്തുവിന് പ്രകാശത്തിന്റെ വേഗതയെ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവിനെയാണ് നമ്മൾ സയൻസിൽ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മീഡിയത്തിന് ഡെൻസിറ്റി കൂടുന്തോറും പ്രകാശം അതിലൂടെ ഒരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട വണ്ടി പോലെ പതുക്കെ പോകും. അപ്പോ പ്രകാശം ഇങ്ങനെ വളയുന്ന ഈ പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. സിമ്പിളായി പറഞ്ഞാൽ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ സ്പീഡിൽ വരുന്ന മാറ്റമാണ് ഈ വളയലിന്റെ പ്രധാന കാരണം. ഈ വളയുന്നത് വെറുതെ തോന്നിയ പോലെ ഒന്നുമല്ല കേട്ടോ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളൊക്കെയുണ്ട്. നമുക്ക് ആ റൂൾസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? അപ്പോ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തേത്, പ്രകാശം സാന്ദ്രത കുറഞ്ഞ ഒരിടത്തുനിന്ന്, അതായത് വായുവിൽ നിന്ന് സാന്ദ്രത കൂടിയ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അത് ആ ലംബരേഖയോട് അഥവാ നോർമലിനോട് അടുത്തേക്ക് വളയും. ഇനി നേരെ തിരിച്ച്, അതായത് ഡെൻസിറ്റി കൂടിയ വെള്ളത്തിൽ നിന്ന് കുറഞ്ഞ വായുവിലേക്ക് പോകുമ്പോഴോ അത് നോർമലിൽ നിന്ന് അകന്നുപോകും. സിമ്പിൾ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ നിയമം വെച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രതിഭാസത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോ ഒരു സംശയം വരാം. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോൾ പ്രകാശം ആ നോർമലിൽ നിന്ന് അകന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിങ്ങനെ അകന്നുപോയി ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോൺ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വെക്കുക. അപ്പോ അപവർത്തന രശ്മി നോർമലിൽ നിന്ന് അകന്നകന്നു പോകും. അങ്ങനെ പോയി ഒരു പ്രത്യേക ആംഗിളിലെത്തുമ്പോൾ ഈ രശ്മി 2 മീഡിയത്തിനെയും വേർതിരിക്കുന്ന ആ പ്രതലത്തിലൂടെ, അതായത് 90 ഡിഗ്രിയിൽ അങ്ങ് പോകും. ഇനി നമ്മൾ ആംഗിൾ അതിലും കൂട്ടിയാലോ? പിന്നെ പ്രകാശത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് മുഴുവനായിട്ടും ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവരും. അപ്പോ ഏത് ആംഗിളിലാണോ പ്രകാശം പുറത്തേക്ക് പോകാതെ ആ 90 ഡിഗ്രിയിൽ പോകുന്നത്, ആ ഒരു നിർണായകമായ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിളിലാണ് പ്രകാശം വന്ന് പതിക്കുന്നതെങ്കിലോ? അപ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആ സംഭവം നടക്കുന്നത്. പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് ഒരു തുള്ളി പ്രകാശം പോലും പുറത്തേക്ക് പോവില്ല, എല്ലാം ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ആ പ്രതലം ഒരു പെർഫെക്റ്റ് കണ്ണാടി പോലെയായി മാറും. അപ്പോ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഓർത്തുവെക്കാൻ എളുപ്പമാണ്. ഒന്ന്, പ്രകാശം ഡെൻസിറ്റി കൂടിയൊരു മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ ഒന്നിലേക്ക് പോകണം. 2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ 2 കാര്യങ്ങളും ഒത്തുവന്നാൽ സംഗതി നടക്കും.
ശരി, ഇത്രയും നേരം നമ്മൾ കുറേ തിയറി പറഞ്ഞു. ഇനി നമുക്ക് റിയൽ ലൈഫിലേക്ക് വരാം. ഈ നിയമങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ മാജിക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസ്, റോഡിലെ ആ വെള്ളക്കെട്ട്. സത്യത്തിൽ അവിടെ വെള്ളമേ ഇല്ല, അതൊരു മരീച്ചികയാണ്. ഇതെങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ചൂടുള്ള റോഡിനോട് ചേർന്നുള്ള വായുവിന് ഡെൻസിറ്റി കുറവായിരിക്കും. അതിന്റെ മുകളിലുള്ള വായു കുറച്ചുകൂടി തണുത്തതും ഡെൻസിറ്റി കൂടിയതുമായിരിക്കും. അപ്പോൾ ആകാശത്തു നിന്നോ മരങ്ങളിൽ നിന്നോ വരുന്ന പ്രകാശം ഡെൻസിറ്റി കൂടിയ വായുവിൽ നിന്ന് കുറഞ്ഞ വായുവിലേക്ക് വരുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ കോണിൽ തട്ടിയിട്ട് ബൂം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ആ പ്രകാശം വളഞ്ഞ് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് ആകാശത്തിന്റെ ഒരു പ്രതിബിംബമാണ്. അത് കാണുമ്പോഴാണ് വെള്ളം കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ രഹസ്യം, ഗ്ലാസിലെ വളഞ്ഞ സ്ട്രോ. ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല, മറിച്ച് സാധാരണ റിഫ്രാക്ഷൻ, അതായത് അപവർത്തനം കാരണമാണ്. വെള്ളത്തിനടിയിലുള്ള സ്ട്രോയുടെ ഭാഗത്തുനിന്ന് വരുന്ന ലൈറ്റ് ഡെൻസിറ്റി കൂടിയ വെള്ളത്തിൽ നിന്ന് കുറഞ്ഞ വായുവിലേക്ക് കടക്കുമ്പോൾ ഒന്ന് വളയും, അല്ലേ? പക്ഷേ നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ലൈറ്റ് എപ്പോഴും നേരെയാണ് വരുന്നതെന്നാണ്. അപ്പൊ ബ്രെയിൻ ആ വളഞ്ഞ വഴി നേരെയാക്കി കണക്കു കൂട്ടുമ്പോൾ സ്ട്രോ യഥാർത്ഥത്തിൽ ഇരിക്കുന്നതിലും കുറച്ചുകൂടി പൊങ്ങിയായും വളഞ്ഞായും നമുക്ക് തോന്നും. നമ്മുടെ തലച്ചോറിനെ പറ്റിക്കുന്ന ഒരു ചെറിയ കളി. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നത് വെറും മരീചികയുണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ. നമ്മുടെ ജീവിതം മാറ്റിമറിച്ച ഒരുപാട് ടെക്നോളജികൾക്ക് പിന്നിൽ ഈ പ്രതിഭാസമുണ്ട്. വണ്ടികളുടെ പുറകിലുള്ള റിഫ്ലക്ടറുകൾ കണ്ടിട്ടില്ലേ? അതിലെ ലൈറ്റ് അടിക്കുമ്പോൾ അത് നേരെ ഡ്രൈവറുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഇതുകൊണ്ടാണ്. പെരിസ്കോപ്പുകൾ, പിന്നെ നമ്മൾ ഇന്നുപയോഗിക്കുന്ന ഫാസ്റ്റ് ഇന്റർനെറ്റിന്റെ ജീവനാഡിയായ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരൊറ്റ തത്വത്തിലാണ്. ഫൈബർ കേബിളിന്റെ ഉള്ളിൽ പ്രകാശത്തെ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഉള്ളിൽ തന്നെ പ്രതിഫലിപ്പിച്ചാണ് കോടിക്കണക്കിന് ഡാറ്റ ഒരു സെക്കൻഡിൽ ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം നമ്മളുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയത് ഒരു വിപ്ലവം തന്നെയാണ്. പ്രകാശത്തിന്റെ ഈ ചെറിയൊരു കളി മനസ്സിലാക്കിയത് നമ്മുടെ ലോകത്തെ എത്രത്തോളം മാറ്റിമറിച്ചുവെന്ന് നോക്കിക്കേ. അപ്പോ ഇനി നിങ്ങൾ റോഡിലൊരു മരീചിക കാണുമ്പോഴോ ജ്യൂസ് ഗ്ലാസ്സിൽ ഒടിഞ്ഞ സ്ട്രോ കാണുമ്പോഴോ അതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം, അല്ലേ? പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുപോലെ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്ന എത്രയെത്ര മാന്ത്രികതകളാണ് നമുക്ക് ചുറ്റും ദിവസവും നടക്കുന്നത്. ചുറ്റുമൊന്ന് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്?